ഹോസ്പിറ്റലിൽ നിൽക്കുന്നുണ്ട്, കടലിൻ്റെ തീരത്താണ് നിൽക്കുന്നത്. ഭയങ്കര രസമായ ഹോസ്പിറ്റൽ. ഇവിടെ നമ്മുടെ മലയാളികളായ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നൊരു ഹോസ്പിറ്റലാണ്. അതിൻ്റെ മേലെ ഹെലികോപ്റ്റർ കിടക്കുന്നുണ്ട്. ഇവർക്ക് ഏകദേശം 3-4 ഹെലികോപ്റ്ററുകളുണ്ട്. എത്രയുണ്ടെന്ന് എനിക്കറിയത്തില്ല, 3-4 കാണാം. ഫ്ലോറിഡ സ്റ്റേറ്റിലെ ഏറ്റവും സെക്കൻഡ് ലാർജസ്റ്റ് ഹോസ്പിറ്റൽ, അതിമനോഹരമായ ഹോസ്പിറ്റലാണ്. 982 ബെഡുണ്ട്. ഇപ്പം അതിൻ്റെ അപ്പുറത്ത് വേറെ ബിൽഡിങ് പണിതുകൊണ്ടിരിക്കുക. അതുകൂടെ വരുമ്പോഴത്തേക്ക് ഇവർക്ക് ഇപ്പോൾ 1500 ബെഡോളം ഉണ്ട്. 15,000 സ്റ്റാഫ് ഓൾറെഡി ഉണ്ട്. ഇനി ആ പുതിയ ബിൽഡിംഗ് കൂടെ വരുമ്പോഴത്തേക്ക് അത് എത്രയാവുമെന്ന് അറിയത്തില്ല. ഏതായാലും ഭയങ്കര ഹോസ്പിറ്റലായിരുന്നു. കണ്ടോ, കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാം. ഹെലികോപ്റ്റർ കിടക്കുന്നുണ്ട്. 2 ഹെലികോപ്റ്റർ ഇപ്പോൾ കിടപ്പുണ്ട്. അത് ഇവർക്ക് എയർ ആംബുലൻസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് രാവിലെ നടപ്പുകാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇന്ന് രാവിലെ നല്ല കൂളാണ്. കാരണം ഇവിടെ ഫോള് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തണുപ്പ് ആരംഭിച്ചു. അപ്പോൾ ഇനി ഇലകളെല്ലാം പൊഴിയുന്നതിൻ്റെ ഭാഗമായിട്ട് തണുപ്പ് ആരംഭിച്ചു. അപ്പോൾ ഇനി ഒരു 2 ആഴ്ചത്തേക്ക് നല്ല തണുപ്പായിരിക്കും. അന്നേരത്തേക്കല്ലേ ഫോള് ആരംഭിക്കത്തുള്ളൂ. ആ കാണുന്ന അപ്പുറത്തെ സൈഡിൽ കാണുന്ന മുഴുവൻ ഹോട്ടൽസും ഇവിടുത്തെ ടാമ്പയിലെ കൺവെൻഷൻ സെൻറ്ററും ഒക്കെയാണ്. ഞാനത് അടുത്ത് കൊണ്ടുപോയിട്ട് കാണിക്കാമേ. എത്ര മനോഹരം ഇത് കാണാനായിട്ട്. ഈ കാണുന്നതാണ് ടാമ്പ കൺവെൻഷൻ സെൻറ്റർ. അതിൻ്റെ അപ്പുറത്തെ സൈഡ് മുഴുവൻ ഹോട്ടൽസാണ്. ഇത് വൈകുന്നേരങ്ങളിൽ സമയങ്ങളിൽ ഇവിടെ വലിയ ഉത്സവം പോലെയാണ്. കാരണം മുഴുവൻ ആൾക്കാർ ബീർ കഴിക്കാനും ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ നിറഞ്ഞു നിൽക്കും. ഇതിപ്പോൾ പുതിയതായിട്ട് അവരുടെ ബിൽഡിങ് കൺസ്ട്രക്ഷൻ നടക്കുക. ഏതാ ഹോസ്പിറ്റലിൻ്റെ പുതിയ ബിൽഡിങ്. അപ്പോൾ ഇതൂടെ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 1500 ബെഡോളം ഇവർക്കാവും. ഒരു കപ്പൽ കിടക്കുന്നുണ്ട് അതിൻ്റെ ഇപ്പുറം, ഒരു വലിയ ബോട്ട്. അത് കാർണിവൽ, സ്പാനിഷുകാരുടെ കാർണിവൽ നടക്കുമ്പോൾ ഈ ബോട്ടിലാണ് കംപ്ലീറ്റ് ഡെക്കറേറ്റ് ചെയ്ത്. ഇതാണ് ഇതിനെ കാർണിവലിൻ്റെ ക്യാപ്റ്റനായിട്ട് പോകുന്ന ബോട്ടായത്. സിറ്റിയുടെ ഒരു പാർട്ടായത്, ഒരു ഭാഗം മാത്രമേ ആയിട്ടുള്ളത്. ഇങ്ങനെ കിടക്കുക വിശാലമായ ഒരു സിറ്റി. എന്നാണ് ഹോസ്പിറ്റലിൻ്റെ മൊത്തത്തിലുള്ള ഭാഗം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഐലൻഡാണ്. ആ ഐലൻഡിൻ്റെ പേര് വന്നിട്ട് ഡേവീസ് ഐലൻഡ്. ചുറ്റും വെള്ളമാണ്, മറു സൈഡ് മുഴുവൻ കടലുമാണ്. ഇനി ഞാൻ റിവർ വോക്കിൽ കൂടെ നടക്കാൻ പോവാ. ഈ സ്ഥലത്തിന് പറയുന്ന പേര് ഡൗൺ ടൗൺ റിവർ വോക്ക് എന്നാണ്. ഞാൻ അങ്ങോട്ട് റിവർ വോക്കിലോട്ട് നടക്കാൻ വരുമോ. ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞ പോലെ തന്നെ വീക്കെൻഡേ ഉള്ളൂ എനിക്കൊരു സമയം കിട്ടത്തുള്ളൂ രാവിലെ വരാനായിട്ട്. അപ്പം വീക്കെൻഡ് വന്ന് നടക്കും. അതിങ്ങനെ കിടക്കുന്നത് കണ്ടോ, റിവർ വോക്ക് കിടക്കുന്നത് കണ്ടോ. ഏകദേശം 7-8 മൈൽ നീളത്തിലായി സിറ്റിയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ റിവർ വോക്ക് കിടക്കുന്ന. ഈ റിവറിൻ്റെ സൈഡിൽ കൂടെ ഇതൊരു ബിൽഡിങ് വരുക, 78 നിലയാണ്. ഇതൊരു ന്യൂസ് ചാനലിൻ്റെ ഓഫീസാണ്. ന്യൂസ് ചാനൽ 8 എന്ന് പറഞ്ഞിട്ടൊരു ചാനലിൻ്റെ ഓഫീസായത്. ആ കാണുന്ന എല്ലാ അപ്പാർട്ട്മെൻറ്റ്സാണ്. ഈ അപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ താമസിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം 3 മില്യൺ, 2 മില്യൺ, 3 മില്യൺ ഡോളർ കൊടുക്കണം ഒരു 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ്. $2 മില്യൺ 3 മില്യൺ എന്ന് പറയുമ്പം 24 കോടി രൂപ. ഇത് ഷെറാട്ടൻ്റെ ഒരു ഹോട്ടലാണ്. ഈ കാണുന്നൊരു ഷെറാട്ടൻ്റെ ഹോട്ടലേക്കാണ്. ആണ് വോക്ക് വേ, റിവർ വോക്ക് വേ. ആ കാണുന്നത് അപ്പുറത്തെ സൈഡിൽ ഈ മോസ്ക് പോലെ കണ്ടോ. ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. ഇത് കണ്ടോ, ഇത് യൂണിവേഴ്സിറ്റിയാണ്. ടാമ്പ യൂണിവേഴ്സിറ്റി എന്ന് പറയും. ഫ്ലോറിഡയിലെ ടാമ്പ യൂണിവേഴ്സിറ്റിയാണ് ആ കാണുന്നത്. നല്ല കൂളാണ് രാവിലെ. ഇതിവിടുത്തെ ഒരു ഗവൺമെൻറ് ഓഫീസാണ്.
ഇതുപോലത്തെ ഒരുപാട് ബിൽഡിങ്സ് അപ്പുറത്തെ സൈഡിലുണ്ട്. നമ്മൾ റിവർ സൈഡിൽ കൂടെ ഇങ്ങനെ വരുന്നത് കൊണ്ട് സിറ്റിയും എല്ലാം ഒന്ന് കാണിക്കാൻ പറ്റത്തില്ലാതെ വന്നു. എനിക്ക് അതാണ്ട് ആ മുമ്പിൽ പോകുന്ന അവർ ഓടുന്ന പോലെ ഓടണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഓടിക്കഴിഞ്ഞാൽ കുഴപ്പമെന്നറിയാം, പിന്നെ ആരെങ്കിലും വന്ന് പൊക്കിയെടുത്തുകൊണ്ട് പോകണം. ഇതിൻ്റെ മേലെ കൂടെ വഴിയാകും കേട്ടോ. ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 7 മൈലാന്ന് തോന്നുന്നു ഇതിൻ്റെ മൊത്തത്തിലുള്ള നീളം. അത് സിറ്റിയുടെ സൈഡിൽ കൂടെ ഈ ഒരു റിവർ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഈ റിവർ ഇങ്ങനെ കിടക്കും 7 മൈലോളം ആ സൈഡിൽ. അതുകൊണ്ട് ഈ സൈഡിൽ ഇങ്ങനെ ആൾക്കാർക്ക് രാവിലെ ഒന്നും വൈകുന്നേരം വന്നും ഒക്കെ എക്സസൈസ് ചെയ്യാനും ഓടാനും ചാടാനും പിടിക്കാനും ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുക. പറഞ്ഞ ഹോസ്പിറ്റൽ കണ്ടില്ലേ, ഇപ്പം നേരം കുറച്ച് വെളുത്തു. എൻ്റെ നടപ്പ് ഏകദേശം തീർന്നു. ഇത് കണ്ടില്ലേ, ഇതാണ് ടാമ്പ ജനറൽ ഹോസ്പിറ്റൽ. ഇതിൻ്റെ പുതിയ ബിൽഡിങ് വരുന്നതാണ്, പണിതുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഹ്യൂജ് ഹോസ്പിറ്റലാണ് കേട്ടോ. ഇതിവിടെ പണിത് വരുമ്പോഴത്തേക്ക് ഫ്ലോറിഡ സ്റ്റേറ്റിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലായിട്ട് ഇത് മാറും. ഏകദേശം 1500 ബെഡ്, ഏകദേശം 10-12,000 എംപ്ലോയീസ്. ഫ്ലോറിഡ എന്ന് പറഞ്ഞാൽ കേരളം പോലെ തന്നെയാണ്. കേരളത്തിൻ്റേതായ ഒരു കാലാവസ്ഥയും തെങ്ങും നമ്മൾ മാവുകളും പ്ലാവും ഒക്കെ ഉണ്ടാകുന്നൊരു സ്ഥലമാണ് കേരളം. മനോഹരമാണ് ഫ്ലോറിഡ സ്റ്റേറ്റ്. കേരളം പോലെ തന്നെ മനോഹരമാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കടലാണ്, ചുറ്റിലും കടലാണ്. അമേരിക്കയിലെ ഫ്ലോറിഡയിലെ മാപ്പ് എടുത്ത് നോക്കിയിട്ട് നമ്മൾ കേരളം പോലെ തന്നെ അതിൻ്റെ മാപ്പിൽ കിടക്കുന്നത്. ഏറ്റവും ബോട്ടത്തിൽ ചോട്ടിലാണ് കിടക്കുന്നത്. ചുറ്റും കടലാണ്, ബീച്ചുകളുടെ കയ്യാങ്കളിയാണ്. ഒരെണ്ണം മേടിച്ചാലോ? ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് വൈകുന്നേര സമയങ്ങളിലുണ്ടല്ലോ, ഇവിടെ ഭയങ്കര ആഘോഷമാണ്. ഇത് മുഴുവൻ ഹോട്ടൽസും ഇവിടെ മുഴുവൻ റെസ്റ്റോറൻറ്റുകളുമാണ്. വൈകുന്നേര സമയങ്ങളിലിവിടെ ഭയങ്കര ആഘോഷമാണ്. ഒരു ലോട്ടറി അടിച്ചിട്ട് വേണം ഇങ്ങനത്തെ ഒരു സാധനം മേടിക്കാനായിട്ട്. എന്നാൽ ലോട്ടറി അടിക്കുമോ അതുമില്ല. ഇത് കൺവെൻഷൻ സെൻ്ററാണ്. ടാമ്പ കൺവെൻഷൻ സെൻ്റർ എന്ന് പറയും. 20,000 പേരോളം ഉൾക്കൊള്ളാൻ കപ്പാസിറ്റി ഉള്ള ഒരു വലിയ കൺവെൻഷൻ സെൻ്ററാണ് ഇത്. നടക്കാൻ ഇറങ്ങിയല്ലേ, ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങി അപ്പുറത്തെ സൈഡിൽ ഇറങ്ങാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പോയാൽ മതിയാണ്. കാലിനും കൈക്കൊക്കെ ഒരു എനർജിയാണ്. അമ്മ, എല്ലായിടത്തും ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടിരിക്കുന്ന കണ്ടോ. ഒരു പാർട്ടിയുടെ വെടിവെച്ച് കൊന്നില്ലേ, അതിൻ്റെ ദുഃഖ സൂചനമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണിച്ചിരിക്കുന്നത്. ഇതാ ഹോസ്പിറ്റൽ കുറച്ചും കൂടെ അടുത്ത്. ഈ ബോട്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ കാർണിവലിന് ലീഡ് ചെയ്യുന്ന ബോട്ട്. ഇത് കംപ്ലീറ്റ് ഡെക്കറേറ്റ് ചെയ്യും. എന്നിട്ട് അവിടുത്തെ ലൈറ്റും കാര്യങ്ങളെല്ലാം വന്നിട്ട് എല്ലാം ഇങ്ങനെ രസമാണ്. അതിൻ്റെ പുറകിൽ ഒരു 1000 ബോട്ടുകൾ, ഒരു കാർണിവലാണ് അവരുടെ ഇത്.
ഇങ്ങനെ ഒരു അപ്പാർട്ട്മെൻറ്റ് മേടിക്കണമെന്നുണ്ട്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 3 കോടിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയായിരുന്നു. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 3 കോടി അല്ല 3 മില്യൺ, 25 കോടി. അടിപൊളിയല്ലേ? നമ്മുടെ പിന്നെ പൈസ ഉള്ളതുകൊണ്ട് എത്ര വേണമെങ്കിലും മേടിക്കാമല്ലോ. ആണ്ട ഹെലികോപ്റ്റർ ഒരെണ്ണം കിടപ്പുണ്ട് ഇപ്പോൾ അവിടെ. അതിൻ്റെ ക്യാപ്റ്റനാണോ മെഡിക്കൽ ടീമാണോ എന്നറിയത്തില്ല. കയറാൻ പോകാൻ തോന്നുന്നു. എങ്ങാണ്ട് എമർജൻസി സിറ്റുവേഷൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ നമ്മളിപ്പോൾ ഈ നടക്കുന്ന സ്ഥലത്ത്, നമ്മൾ മുമ്പേ നടക്കാൻ പോയത് റിവർ വോക്ക്. ഈ സ്ഥലത്തിൻ്റെ പേര് ബേഷോർ ബുളുവാഡ് എന്നാണ് അതിൻ്റെ പറയുന്നത്. ബേഷോർ. അന്ന് കൂറ തെറ്റി വന്ന് കിടക്കുമെന്ന് തോന്നുന്നു ഇവിടെ. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചുറ്റും വെള്ളം. 2 ഹെലിപ്പാഡ് ഉണ്ട് ഇവർക്ക്. അപ്പോൾ 4 ഹെലികോപ്റ്റർ ഇവർക്കുള്ളത്. വീട്ടിൻ്റെ ഫ്രണ്ട് വശമേ ഇത് കണ്ടില്ലേ? ഈ സ്റ്റോപ്പ് സൈനും ഈ പോകുന്ന വഴി എമർജൻസി. ഇത് ആംബുലൻസിന് മാത്രമുള്ള വഴിയാണ്. എമർജൻസിക്ക് നമുക്ക് വേറെ പോകാൻ പറ്റത്തില്ല. ആംബുലൻസുകൾക്ക് മാത്രം പോകാനുള്ള വഴിയായി കാണുന്നു. ഉണ്ടോ? പേഷ്യൻ്റ് ഡ്രോപ്പ് ഓഫ് എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ? എമർജൻസി. കാരണം അത് അവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഇവിടെ ഒരു രോഗം വരുവാണെങ്കിൽ, അമേരിക്കയിൽ ഒരാൾക്ക് അസുഖം വരുവാണെങ്കിൽ, നമുക്കൊന്നെങ്കിൽ നമ്മുടെ റെഗുലറായിട്ട് കാണുന്ന ഡോക്ടർ ഓഫീസിൽ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്ത് പോകാം. ഇപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ നമുക്കൊരിക്കലും ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറ്റത്തില്ല. നേരിട്ട് നമ്മൾ ആംബുലൻസ് വിളിക്കണം. ഇപ്പം നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ശ്വാസം മുട്ടലോ ഹാർട്ടിൻ്റെ പ്രോബ്ലമോ അല്ലെങ്കിൽ തലയ്ക്കകത്ത് വേദന, നമ്മളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ ഇമ്മീഡിയറ്റായിട്ട് ആംബുലൻസ് വിളിക്കണം. 911 ആ നമ്പർ. അത് വിളിക്കുമ്പോൾ ഉടൻ തന്നെ ആംബുലൻസ് വിതിൻ 2 മിനിറ്റ്സ് 3 മിനിറ്റ്സിനുള്ളിൽ നമ്മുടെ വീട്ടിലെത്തും. അപ്പോൾ അങ്ങനെ ആംബുലൻസിൽ വഴിയേ ഉള്ളൂ നമുക്ക് ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്കിപ്പം കൈവേനയാ കാലുവേനയാ നടുവേനയാന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നാൽ അവരെടുക്കത്തില്ല. ഇതാണ് പാർക്കിങ്. ഞാനിവിടെയാണ് പാർക്ക് ചെയ്തേക്കുന്നത്. ഇത് 5 നിലയുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറം വേറെ ഉണ്ട് 5 നില. 1500 കാറുകൾക്ക് ഇതിൻ്റെ അകത്ത് പാർക്ക് ചെയ്യാം. ഇതിൻ്റെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ മറു സൈഡും വെള്ളമാണ്, അപ്പുറത്തെ സൈഡും വെള്ളമാണ്, ചുറ്റും വെള്ളമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.